ഈ കേരള മാരിടൈം ബോർഡ് കേരളത്തിൻ്റെ തുറമുഖങ്ങളും പോർട്ടും ഒക്കെ വികസിപ്പിക്കുകയും പുതിയ കാലത്തേക്ക് അവയെ ഒരുക്കുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് മാരിടൈം ബോർഡിനുള്ളത്. ഈ അടുത്ത കാലത്ത് ഈ മേഖലയിലെ പരിണിതപ്രജ്ഞനായ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കേരള മാരിടൈം ബോർഡ് കടലുമായി ബന്ധപ്പെട്ടതൊന്നും ചെയ്യുന്നില്ല, അവർക്ക് കൂടുതലും താല്പര്യം കരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംഗതി സത്യവുമാണ്. കേരള മാരിടൈം ബോർഡ് കേരളത്തിൻ്റെ ഏതാണ്ട് 17 മൈനർ തുറമുഖങ്ങളും അതുപോലെ തന്നെ 4 ഇടത്തരം കുറച്ചുകൂടെ വലിയ തുറമുഖങ്ങളും ഏതാണ്ട് 21 തുറമുഖങ്ങൾ മാരിടൈം ബോർഡിൻ്റെ അധീനതയിലുണ്ട്. ഈ തുറമുഖങ്ങളിലൂടെയുള്ള വികസനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവന ചെയ്യുകയും മാരിടൈം ബോർഡ് വളരെ സജീവമായി അതിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. അതായത് പോർട്ടുകൾ, തുറമുഖങ്ങൾ തമ്മിലുള്ള ചരക്ക് ഗതാഗത നീക്കം, അതുപോലെ തന്നെ ട്രാവൽ സർക്യൂട്ട്, ക്രൂസ് ഷിപ്പിംഗ്, ഇങ്ങനെ ഈ മേഖലകളിൽ വരാവുന്ന ഒരുപാട് വികസനങ്ങൾ വിഭാവന ചെയ്യുകയും ചിലതിനൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു. അഴീക്കൽ, കൊച്ചി, ബേപ്പൂർ, കൊല്ലം ഈ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് സർക്യൂട്ടിന് പോലും തുടക്കം കുറിച്ചിരുന്നു. പിന്നീട് കൊല്ലത്ത് കപ്പൽ അടുക്കുമെന്നും കപ്പൽ വരുമെന്നും കയറ്റുമതിയും അവിടുന്ന് ചരക്ക് ഗതാഗതം നടത്തുമെന്നും ഒക്കെ പറഞ്ഞെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നൊരു കാര്യമുണ്ട്. തുറമുഖങ്ങളും പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമെല്ലാം സ്വകാര്യ മേഖലയുമായി സംയുക്തമായി ചേർന്നുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ടെൻഡറിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം സ്വകാര്യമായി നൽകി അവിടെ വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് മാരിടൈം ബോർഡിന്. ഇപ്പോൾ ആ പദ്ധതിയാണ് മാരിടൈം ബോർഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.